സന്തോഷത്തോടെ എഴുന്നേൽക്ക്. മാതാവിൻ്റെ വിശുദ്ധ മണ്ണിൽ കാലുകുത്തി കണ്ണീരിട്ട ആരാധന നിമിഷങ്ങളാണ്. നീ വിശ്വസിക്കൂ. നിന്റെ കാര്യത്തിൽ കർത്താവ് എത്രയോ നേരത്തെ തീരുമാനം എടുത്തുകൊണ്ടാണ് നിന്നെ അമ്മയുടെ അടുത്തേക്ക് വിളിച്ചതെന്ന് ഇല്ലേ? അത് ചിന്തിച്ചാൽ മതിയല്ലോ. നിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ നേരത്തെ തീരുമാനം എടുത്തുകൊണ്ടാണ് അമ്മ സന്നിധാനത്തേക്ക് നിന്നെ വിളിച്ചു ഉടമ്പടി ചെയ്യിച്ചിരിക്കണത്. ബാക്കി ഇനി അമ്മ നോക്കിക്കോളും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. മക്കളെ, നമ്മളിപ്പോഴും ഓരോരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികൾ മാത്രമല്ല, കൃപാസനത്തിൻ്റെ അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. എല്ലാ മേഖലകളിലുമാണ്. നിൻ്റെ കണ്ണ് നിറയണ എല്ലാ മേഖലകളിലും, നിൻ്റെ കൺകോണിൽ നീര് പൊടിയണ എല്ലാ മേഖലകളിലും അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും ഈശോനോട്. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക. ഇപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ രോഗികളാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് ആ പ്രാർത്ഥന കഴിയും. അതിനൊരു അനേകം മക്കളെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കും. അതിനുശേഷം നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളുടെ മേലെ പ്രാർത്ഥിക്കും. ഒരമ്മച്ച സാക്ഷ്യം പറഞ്ഞില്ലേ, കാര്യം കാക്ക മോളിൽ കൂടി പോയി കഴിഞ്ഞാൽ കാട്ടം വരെ വീഴും. അപ്പം അമ്മ എന്നാ ചോദിക്കണമെന്ന് അത് സങ്കടത്തോടെ പറയുമ്പോൾ തന്നെ ഈശോ പറയും, ഞാനത് അവൾക്ക് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്നാ വേണ്ടതെന്ന് ചോദിക്കണില്ലേ? അത് എന്നാ വേണ്ടത് നിങ്ങൾക്ക്? പുതിയ പേര വേണോ അതോ പഴയ പേര പുതുക്കി പണിയണോ? അപ്പോൾ അവരുടെ നിവർത്തികേട് കൊണ്ട് പറഞ്ഞ് പുതിയ വെക്കാനുള്ള കാശില്ല, പഴയത് മതിയെന്ന്. പക്ഷെ കർത്താവ് ഒരു തീരുമാനമെടുത്തു. നീ പുതിയ പേരെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ ചില സമയത്ത് ചോദിക്കും, സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. വീടില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും, സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും സ്ഥലവുമില്ല എന്ന് പറയും. ഞാനത് കേൾക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കണത്. സ്ഥലമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ സ്ഥലം കർത്താവിൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ കണ്ടിട്ടാണ് അവരോട് ചോദിക്കുന്നത് സ്ഥലമുണ്ടോ എന്ന്. എല്ലാം കർത്താവിലുണ്ടേ, എല്ലാം കർത്താവിലില്ലേ? എന്താ? എല്ലാം യേശുക്രിസ്തു എല്ലാമാണെന്ന് വചനമില്ലേ? അപ്പം നിൻ്റെ സ്ഥലവും ജോലിയും സൗഖ്യവും എല്ലാം കർത്താവിലാണല്ലോ. കൊളോസ്യസ് 3:11 എന്താ പറയണത്? എല്ലാം യേശുക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തു. അപ്പം എല്ലാ സാധ്യതയുമാണ്. നിന്നെ സംബന്ധിക്കുന്ന എല്ലാം ഈശോയിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ജ്ഞാനമാണവൻ, ശക്തിയാണവൻ, എന്നുവെച്ചാൽ പ്ലാനാണവൻ, പ്രയോഗമാണവൻ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ ദൈവമേ, അങ്ങ് എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസിന്റെ പ്രബോധനങ്ങൾ കൊണ്ടുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ ശക്തി പ്രാപിക്കട്ടെ. എൻ്റെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയയും ഇല്ലെന്ന് വിചാരിച്ചോ? നോ ഐഡിയ. കാരണം നിങ്ങൾ 3 പെൺമക്കളാണ്, അല്ലെങ്കിൽ 2 പെൺമക്കളാണ്. അപ്പൻ്റെ രോഗത്തിന് വേണ്ടി ചികിത്സിച്ചപ്പോൾ തന്നെ അവസാനത്തെ തെങ്ങിൻ ചൂടും പോയി പറമ്പൻ കടത്തിലായി. നിങ്ങൾ വാടക താമസിക്കുമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലെന്ന് വിചാരിച്ചോ? ഒരു ഐഡിയ വേണ്ട മക്കളെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഐഡിയ ഞാനാണെന്ന്, ഇല്ലേ? നിങ്ങൾ ആ വചനത്തെ വിശ്വസിക്കാനാണ് അമ്മയെപ്പോലെ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. അമ്മ എന്താ ചെയ്തത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് അവള് വിശ്വസിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ വചനം വിശ്വസിച്ച് ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയതുപോലെ ആ ദൈവവചനത്തിന്റെ കരുത്തിനാൽ ഈശോയെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ അമ്മേ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, ഞങ്ങളുടെ തിരുനാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ ആരാധന.
പ്രൈസ് ദി ലോർഡ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, പിസ്തുല രോഗികൾ, സർവമാന രോഗികളെയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നടുവേദനകൾ, നടുവ് വിട്ടിരിക്കുന്നവർ, നടുവിൻ്റെ കശേരുക്കൾക്ക് ദ്രവിപ്പലുള്ളവർ, നേരത്തെ അപകടപ്പെട്ടതിൻ്റെ പേര് കമ്പിയിട്ടിരിക്കുന്ന നടുവുകൾ, അതുപോലെ തന്നെ സോറിയാസിൻ്റെ അസുഖങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ, നിനക്ക് ഉറക്കമില്ലാത്ത അസുഖങ്ങൾ, നിൻ്റെ ശരീരത്തിൽ കുരുക്കൾ, നിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന പോലെയുള്ള പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, വാട്ട് വിത്ത് ദ ഡിസീസ്, എല്ലാത്തിനും സമാധാനം ഉണ്ടെന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത്ത് കരത്താൽ ആഴിപ്പെടുതാർന്ന അത്ഭുത കരത്താൽ ക്യാൻസറിനെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ത്വക്ക് രോഗങ്ങളെ സ്പർശിക്കണമേ, കരൾ രോഗങ്ങളെ സ്പർശിക്കണമേ, കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ, കിഡ്നിയിലെ കല്ലുകള്, കിഡ്നിയിലെ കല്ലുകള്, പാങ്ക്രിയാസ് രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, മാരകമായ രോഗങ്ങള് സുഖപ്പെടുത്തിയവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, രോഗങ്ങൾ തത്സമയം സൗഖ്യപ്പെടുത്തിയവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. മക്കളെ, മുതുകിൻ്റെ നമ്മുടെ മുതുകിൻ്റെ വലതുവശത്തിരുന്ന് ചില സമയത്ത് നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകും. ഒരു നീര് വീഴ്ച വന്നിട്ട് അതൊരു മുഴ പോലെ ഇങ്ങനെ കിഴിമേൽ ഇങ്ങനെ മയത്തിലിങ്ങനെ കിടക്കുകയാണ്. അത് ചില സമയത്ത് പഴുപ്പ് പോലും ആകാൻ സാധ്യതയുള്ളതാണ്. ആ കിഴിമേലുള്ള മുതുകിൻ്റെ മുഴ പോലെ കിടക്കുന്ന രോഗത്തെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ ഈശോ സന്ദേശം നൽകുന്നത് ഉദര രോഗങ്ങളാണ്. ഉദര രോഗങ്ങൾ വെച്ചാൽ ഉദരത്തിൽ വെറുതെ ഇങ്ങനെ വെള്ളം കെട്ടി വരും. നീർ കെട്ടിയ വയറ് കാരണം വയറിൻ്റെ ഷേപ്പ് പോയത് തന്നെയല്ല പ്രശ്നം, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, വയറ്റിൽ ഇളക്കം വരുന്നു, വയറ് മുറുകുന്നില്ല, പിന്നെ എല്ലാ തരത്തിലും ഒരു തളർച്ച ഈ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വാദരോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. വാദരോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സന്ദേശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട വ്യക്തികളെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കൈമണിക്ക് നീര് വീണ് കിടക്കുന്ന ആൾക്കാർ, കൈമണിക്ക് ബലമില്ലാത്തവർ, കാലിന് ബലമില്ലാത്തവർ, ഇങ്ങനെ വാദം പിടിച്ചതിൻ്റെ പേരിൽ മരവിപ്പുള്ള ആൾക്കാർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, എല്ലാ വാദരോഗികളെയും സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാദരോഗികളെ സന്ധിബന്ധങ്ങളിലെ മരവിപ്പ്, മാംസപേശികളിലെ വേദന,
ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകള് ശരീരത്തിന്റെ വല്ലാത്ത തളർച്ചകള് യേശുനാമത്തിൽ ഈ നിമിഷം മാതാവിന്റെ മധ്യസ്ഥത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സൗഖ്യദായകനെ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സൗഖ്യങ്ങൾക്ക്, രോഗസൗഖ്യങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുന്ന ഈ അൾത്താരയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുവാൻ ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോൺസൺ, ഇതെൻ്റെ ഭാര്യ സെലിൻ. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നു. സാക്ഷ്യം പറയുവാനും നാളെ നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ 22-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിരക്തി വന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ ഞങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു. അത് സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതനുസരിച്ച് ആ സ്കാനിങ്ങിന് ഞാനും സാക്ഷിയാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ കൂടെ വരുന്ന ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ നമുക്ക് ഭാര്യയോടൊപ്പം ഇരിക്കുവാനുള്ളൊരു അവസരമുണ്ട്. അപ്പം ഞാനും അത് കണ്ടതാണ്. സ്കാനിങ്ങിൽ ഡോക്ടർ അത് ലോക്കൽ അനസ്തേഷ്യ നൽകി ആ മുഴ എടുത്തു മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും കഠിനമായ വേദനയും ഭാര്യ അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടും ആ സർജനായ ഡോക്ടർ തന്നെ പറഞ്ഞു, നമുക്ക് ജനറൽ അനസ്തേഷ്യ നൽകി ഇത് നമുക്ക് എടുത്തു മാറ്റാമെന്ന്. അങ്ങനെ നമുക്കറിയാം, ഞങ്ങൾക്കവിടെ ഒരു സർജറിക്ക് ആഴ്ചകൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സർജറിക്കായിട്ട് ഒരുങ്ങാമെന്ന് ഞാൻ ഭാര്യയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും ഭാര്യയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസമായിരുന്നു വൈഫിന് സർജറി. അപ്പം ഞാനും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഭാര്യനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ജനറൽ അനസ്തേഷ്യ കൊടുത്തു. ആദ്യമേ ചെയ്യുവാൻ ശ്രമിച്ച അതേ ഡോക്ടർ തന്നെയാണ് ഇപ്രാവശ്യവും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ സ്കാനിങ് അവർ ചെയ്തില്ല. അങ്ങനെ സർജറി ചെയ്യാൻ സമയത്ത് ഡോക്ടർ എത്ര ശ്രമിച്ചിട്ടും ആ മുഴ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ഭാര്യ അനസ്തേഷ്യ എടുത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, വളരെ സോറി, നിങ്ങളും കണ്ടതല്ലേ ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ബ്ലീഡിംഗ് ഒന്നും ഇനി ഉണ്ടാകത്തില്ല, അതെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ വൈഫ് അവിടുന്ന് ഇറങ്ങി വന്ന സമയത്ത് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു. ഈ അത്ഭുതം അമ്മയിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായ സാക്ഷ്യം പറയുന്നത്, എനിക്ക് 23 വർഷമായിട്ട് ഞാൻ പോക്കൂര് നടത്താൻ വേണ്ടി ശ്രമിച്ച എൻ്റെ ഒരു പ്രോപ്പർട്ടി അത് നടത്താൻ സാധിക്കാണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അത് അവസാനം ഞാനത് പോക്കൂര് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ച് ഉപേക്ഷിച്ചായിരുന്നു.
ഓരോ പ്രാവശ്യം വരുമ്പോൾ നടത്താൻ ശ്രമിക്കും. പക്ഷേ ആ പ്രോപ്പർട്ടി അന്ന് ഞാൻ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞതിന് മൂലം. അപ്പച്ചൻ അത് പറഞ്ഞു, ആ വീട്ടുകാരെ ആ സ്ഥലം മേടിച്ച് നീ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഉപകാരമായിരിക്കും. 2-3 മക്കളെ കല്യാണം കഴിച്ച് വിട്ടുവെങ്കിലും ആ ചേട്ടനൊന്നും കൊടുക്കുവാനൊന്നും സാധിച്ചില്ല. ഈ പ്രോപ്പർട്ടി ഒന്ന് വിറ്റ് പോവുകയാണെങ്കിൽ നീ അതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ എനിക്കത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്താണ് പ്രയോജനം, ഞാനത് വാങ്ങിക്കണോ? അവസാനം അപ്പച്ചൻ്റെ നിർബന്ധപ്രകാരം ഞാനത് വാങ്ങിച്ചു. പക്ഷേ ആ സ്ഥലത്തിന് ഒത്തിരി നൂലാമാലകളുണ്ടായിരുന്നു. അത് ആ ചേട്ടൻ്റെ അമ്മയുടെ പേരിലായിരുന്നു സ്ഥലം. അവരത് പോക്കൂരു നടത്തി ചേട്ടൻ്റെ പേരിലേക്ക് ആക്കിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ആ ചേട്ടനും മരിച്ചുപോയി. അതിനുശേഷം മകനും മക്കളും എല്ലാവരും കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരുന്നത്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ ഞാനത് പോക്കൂരു നടത്താൻ ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് വളരെ നിരാശപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ റീസർവേ വന്നപ്പോൾ എൻ്റെ സ്ഥലവും അളക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ആ ചേട്ടന് വേറൊരു ചേട്ടന് അദ്ദേഹം വേറൊരു ഇതര മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ചെന്ന് വില്ലേജിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു, അദ്ദേഹത്തിന് സ്ഥലം കുറഞ്ഞു പോയി എന്ന്. ഏകദേശം 1/2 ഏക്കർ സ്ഥലത്തോളം എനിക്ക് കൂടുതലും അദ്ദേഹത്തിന് കുറവുമായിട്ട് വന്നു. അപ്പോൾ എന്നെ വില്ലേജിൽ നിന്ന് വിളിച്ചു, എൻ്റെ വീട്ടിൽ വിളിച്ചു. അപ്പം ഞാൻ പിന്നെ ഇവിടെ വന്നു. എന്നിട്ട് അവർ ആ സ്ഥലം രണ്ടാമത് അളന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു ചേട്ടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു നഷ്ടവും വരരുത്. എനിക്ക് നഷ്ടം വന്നാൽ പോലും എനിക്കത് കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് കുറവ് വരരുത്, കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അളന്ന് എനിക്ക് അർഹതപ്പെട്ട് മാത്രം തിട്ടപ്പെടുത്തി ബാക്കിയുടെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് ഞാനിവിടെ സാക്ഷ്യമെടുത്തതിൻ്റെ വിതിൻ 90 ഡേയ്സിന് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ 23 വർഷം ഞാനതിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് അവസാനം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അമ്മ മാതാവ് ഇടപെട്ട് ഞാൻ പോലും വേണ്ടാന്ന് വെച്ച കാര്യം എനിക്ക് വേണ്ടി വേറൊരാൾ ട്രൈ ചെയ്ത് എനിക്ക് വേണ്ടി അത് നടത്തി തന്നത്. ഞാൻ അമ്മയോടും ഈശോയോടും ഇതോർത്ത് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തത് ഞങ്ങളുടെ അവിടെ കൗൺസിൽ കുറേ നാളായിട്ട് സമരത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളി ഇരിക്കുന്ന ഒരു ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അമ്മ മാതാവിൻ്റെ റോസറിയുടെ കുന്തയുടെ പേരിലുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ചപ്പ് ചവറുകൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു. ആരും ക്ലീൻ ചെയ്യാനില്ലാത്ത അവസ്ഥ. ആ അവസരത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അത് ആരും ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, ഞാനായിട്ടത് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിരാവിലെ ഞാൻ കൂടുമായിട്ട് ഇറങ്ങി ആ പ്രദേശം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു. അത് എനിക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഒരു മിഷൻ രൂപതയിലെ ഒരു വില്ലേജ് എനിക്ക് ദത്തെടുക്കുവാനുള്ള ഭാഗ്യം കിട്ടി. അത് ദത്തെടുത്ത് അവിടെ വചനം അറിയിക്കാത്തവരെ അറിയിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാൻ, അവിടെ ഭക്ഷണം വിതരണം ചെയ്യുവാൻ ഒക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു. എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഒരു 5-6 മൈൽ പോയാൽ മതി. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല. എന്തുകൊണ്ടോ പോയിട്ടില്ല. 10-30 വർഷമായിട്ടുള്ള ഒരു അനാഥാലയമായിട്ട് പോലും ഞാനവിടെ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് ഇത് ഭൗതികമായിട്ടുള്ള എൻ്റെ നേട്ടങ്ങളേക്കാൾ ഉപരി എന്നെക്കാളും സഹിക്കുന്ന സഹനപാതയിലോ കടന്നു പോകുന്ന അനേകരുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ ഞാനവിടെ പോവുകയും എല്ലാ വർഷവും ഞാനവിടെ പോവുകയും എപ്പോഴൊക്കെ നാട്ടിൽ വരും അന്നേരമൊക്കെ പോവുകയും വേണ്ട സാമ്പത്തിക സഹായവും ഭക്ഷണമായിട്ടും സാധനങ്ങളായിട്ടും പൈസയായിട്ടും കൊടുക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ എൻ്റെ ഭാര്യ എന്നേക്കാളും കൂടുതലായിട്ട് തീക്ഷ്ണതയോടുകൂടി ഉടമ്പടിയോടൊപ്പം എന്നോടൊപ്പം സഞ്ചരിച്ച ആളാണ്. അമ്മയോട് വളരെയധികം ഭക്തിയുള്ള ആളാണ്. ഞങ്ങൾ വിഷമഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ചർച്ചിലെ കൊയറിൽ അംഗമായിരുന്നു. പക്ഷേ ഞാൻ ആ കൊയറിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മാറി നിൽക്കരുത് ജോൺസ, നീ കൊയറിനകത്തേക്ക് വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത് എനിക്കറിയാം. പക്ഷേ അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രയാസം കാരണം പാടാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അച്ഛാ എന്ന് ഞാൻ പറഞ്ഞു. അതല്ല, നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ അവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു
ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആനിമേറ്ററാണ്. അവൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അച്ഛൻ 1 വർഷത്തോളം വേറെ ആനിമേറ്ററെ വെച്ചില്ല. സെലിൻ തന്നെ ആണ് അതിന് ഏറ്റവും യോഗ്യതയുള്ള ആളാണെന്ന് അച്ഛൻ പിന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് ഇവൾ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ആ പൊസിഷൻ തിരിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അത് നോക്കിക്കൊള്ളാം, നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഉദ്ഘാടനാഘോഷം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു ബാനർ, ഒരു ഫ്ലക്സ് അടിച്ചു. ആ ഫ്ലക്സ് അടിച്ചിട്ട് ഞാനും സെലിനും അത് അവിടുന്ന് വാങ്ങിച്ചു കൊണ്ട് വരുന്ന മട്ടത്തിൽ അമ്മ മാതാവിൻ്റെ മഴവില്ല് ആകാശത്ത് ഞങ്ങൾക്ക് കാണായി. പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അതിൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം നടക്കുമ്പോൾ അമ്മ മാതാവ് ഞങ്ങളുടെ പള്ളിയുടെ മുകളിലിരിക്കുന്ന രൂപത്തിൽ നിന്നും പ്രകാശധാരയായിട്ട് വരുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനിടയായി. അതിൻ്റെ ഒരു പടം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളത് കാണിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവം ഉണ്ടായി. സെലിന് ഒത്തിരി മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. ഒത്തിരി വിശുദ്ധിയിലും ഒത്തിരി നല്ല എളിമയിലും വിനയത്തിലും ജീവിക്കേണ്ടത് ആവശ്യതയെക്കുറിച്ച് കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തി. ഇത്രയുമുള്ളൂ എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്ന് നിൽക്കുവാനും ഈ സാക്ഷ്യം പറയുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൃപാസനത്തിൽ ആദ്യമായി വരുന്നത്. ഈ പ്രതിസന്ധികളെയെല്ലാം പ്രാർത്ഥനയിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ആത്മീയമായി വളരെയധികം ഊർജം പ്രാപിച്ച് അതിനെല്ലാം തരണം ചെയ്യാനും വളരെയധികം മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അത് എൻ്റെ ഭാര്യ പറയുന്നതായിരിക്കും. എൻ്റെ പേര് സോണിയ. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ കേട്ടറ്റ് പരീക്ഷ പാസ്സാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ 6 തവണ പരീക്ഷ എഴുതി. 6 തവണ എഴുതിയിട്ടും നിസ്സാര മാർക്കുകൾ കൊണ്ട് ഞാൻ പിന്നിലാവുമായിരുന്നു. ഫോർവേഡ് കാസ്റ്റിന് എത്രയായാലും 90 മാർക്ക് വേണം. പക്ഷേ എനിക്ക് എന്നും 88, 89 മാർക്ക് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അവസാനം പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പോയി. അന്നേരം റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നതിനും തൊട്ട് മുമ്പ് നമുക്ക് മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 88 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 90 തരണം, അല്ലാതെ എനിക്കൊരു രക്ഷയില്ല, ഇനി ഞാൻ എഴുതാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നു. എൻ്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, റിസൾട്ട് വന്നിട്ട് നോക്കണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പ്രാർത്ഥന കഴിയട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു നോക്കി, പക്ഷെ എനിക്ക് സൈറ്റ് കിട്ടിയില്ല. പിറ്റേ ദിവസം 5:30 പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെയും നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ മാർക്ക് മാത്രം വരുന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എനിക്കറിയില്ല ആ ഉണ്ടായ നിമിഷം എന്താണ്. എൻ്റെ OMR ഷീറ്റിൽ 88 മാർക്കേ ഉള്ളൂ. പക്ഷെ അമ്മ എനിക്ക് 90 മാർക്കാക്കി തന്നു. അത് വല്ലാത്തൊരു ആ സമയം എനിക്കിപ്പോഴും അറിയില്ല എനിക്കുണ്ടായ മാനസികാവസ്ഥ എന്താണെന്ന്. അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരു ഹൈസ്കൂൾ ടീച്ചറാവാനുള്ള എക്സാമുകൾ എഴുതി. എയ്ഡഡ് സ്കൂളിൽ കയറാനായിരുന്നു എൻ്റെ ശ്രമം. 1 തവണ എഴുതി, പരാജയപ്പെട്ടു. അതുപോലെ 2ാം തവണ എഴുതിയപ്പോഴും കൊല്ലം ചാത്തന്നൂർ സ്കൂളിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതെനിക്ക് വീടുമായി നോക്കുമ്പോൾ വയ്യാത്ത പപ്പയുണ്ട്, മോള് ചെറുതാണ്, ഹസ്ബൻഡും സുഖമില്ലാത്തതാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയി വരവൊന്നും നടക്കില്ല. ഞാനതും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മനസ്സില്ലാ മനസ്സോടെ ഞാൻ വേണ്ടാന്ന് വെച്ചു. 3ാം തവണയും ഞാൻ പരീക്ഷ എഴുതി. 3ാം തവണ എഴുതിയപ്പോഴും റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മയോട്. എല്ലാ പ്രാവശ്യവും പ്രായവും എനിക്ക് കൂടുതലാണ്, മാർക്കും ഒരുപാട് കുറവാണ്. എന്നെ എന്നും ലാസ്റ്റാണ് അവർ വിളിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ലാസ്റ്റ് വിളിക്കരുത്, സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടെങ്കിലും അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ശരിക്കും സ്ഥാനം 4th കിട്ടിയെങ്കിലും എന്നെ ലിസ്റ്റിലിട്ടത് അപ്പോഴും ഏറ്റവും ലാസ്റ്റായിരുന്നു. അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരുപാട് പറഞ്ഞതല്ല എന്നെ ലാസ്റ്റ് ആക്കരുതെന്ന്. പക്ഷേ ഇൻ്റർവ്യൂ അടുത്ത ദിവസം തന്നെ അവർ വെച്ചു. 11 മണിക്ക് 10:30 ഇൻ്റർവ്യൂ വെച്ച് ഞാനവിടെ എത്തിച്ചേർന്ന് 11 മണിക്ക്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എല്ലാ സബ്ജക്റ്റിനും കഴിഞ്ഞു. ഇല്ല, ഇനി മലയാളം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ലാസ്റ്റ് അവർ പേപ്പർ ഒന്ന് എഴുതി എന്നെ കയറ്റി. എനിക്കറിയില്ല, എന്നെ 2ാമതായിട്ട് അവർ വിളിക്കുകയാണ് ചെയ്തത്.
ഞാൻ ലാസ്റ്റ് ആവരുതെന്നേ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ അവിടുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീട് വന്നത് ഈ ജോലിക്ക് ഒത്തിരി തടസ്സങ്ങൾ വന്നു. വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അമ്മ എനിക്ക് തരണം, ഇനി എനിക്ക് കാത്തിരിക്കാൻ എൻ്റെ പ്രായം അനുവദിക്കുന്നില്ല, ഇനി എനിക്ക് യോഗ്യതയില്ല അതിനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും സെപ്റ്റംബർ 13-ാം തീയതിയാണ് വിളിച്ചു പറയുന്നത് 15-ാം തീയതി ജോയിൻ ചെയ്യണം. തിരുവല്ല പുതുശ്ശേരി ഹൈസ്കൂൾ വിഭാഗം മലയാള അധ്യാപികയായിട്ട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം മൂലം എനിക്ക് ജോലി ലഭിക്കേണ്ടായി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അമ്മ ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് കാറിലായിരുന്നു പോയിരുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അവിടെ നിന്ന് പോയി മടങ്ങി വരുമ്പോൾ കണ്ടെയ്നർ ലോറിയായിട്ട് വണ്ടി കൂട്ടിയിടിക്കുമായിരുന്നു ഉണ്ടായത്. എങ്ങനെ അപകടം ഉണ്ടായെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. പക്ഷേ അപകടം വലുതായിരുന്നു. ട്രാഫിക് സിഗ്നലായ കാരണം വണ്ടികളെല്ലാം പതുക്കെ വന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ശക്തമായിട്ട് ഷെയ്ക്കായി. എല്ലാവരും പേടിച്ചു. പപ്പ സുഖമില്ലാത്തതാണ്. എന്നിട്ടും വണ്ടി തിരിഞ്ഞു വന്ന് ശരിക്കും ലോറിക്ക് ഫ്രണ്ടിലേക്കായിട്ട് അങ്ങ് കയറി നിന്നു. ഒരു അപകടവും ഇല്ലയെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റിയില്ല ആർക്കും. വണ്ടിയുടെ ഡോറിന് കംപ്ലൈൻറ്റ് വന്നു. ആ വണ്ടി തന്നെ ഓടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ധാരാളമായി ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹിച്ച അമ്മയ്ക്കും അമ്മയുടെ പുത്രനും ഒത്തിരി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് പത്രങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ, റോഡുകളിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞങ്ങൾ സോണി ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ പൊതികെട്ടി പൊതിച്ചോറും കുപ്പിവെള്ളവുമായിട്ട് ഞങ്ങൾ എറണാകുളം സൈഡുകളിൽ തെരുവുകളിലൂടെ നടക്കും. തെരുവുകളിലൂടെ നടന്ന് ആ തെരുവിലുള്ള ആളുകൾക്ക് പൊതിച്ചോറും വെള്ളവും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെക്കാൾ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ രീതിയിലെല്ലാം ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ ഒരുക്കി തരുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് വൈഫ് തിരുവല്ലയിലാണ് ജോലി എന്ന് പറഞ്ഞു. വൈഫ് വരുമ്പോൾ 7 മണിയാവും. അപ്പോൾ ഞാൻ 5 മണി, ഞാനും സ്കൂൾ ഫീൽഡ് തന്നെയാണ്. ഞാൻ 5 മണിക്ക് വീട്ടിൽ വരും. 6 മണിയാകുമ്പോൾ ഞാൻ പള്ളിയിൽ പോയതിന് ശേഷമാണ് വൈഫിനെ വിളിക്കാനായിട്ട് പോകുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് കൂടാനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനായിട്ടും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് വളരെയധികം ആ ഒരു സന്തോഷം നിറഞ്ഞ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഭാഗത്തിന് ദൈവം ഞങ്ങളെ മാറ്റിത്തരുന്നത്, അത് ദൈവത്തെ മാതാവിനെയും കൃപാസന മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു.